പ്രശസ്തമായ പഞ്ചതന്ത്രം കഥ കേരളീയ ചുമർചിത്ര ശൈലിയിൽ വരയ്ക്കാനും അത് കണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങാനും ലഭിച്ച അപൂർവ നിമിഷത്തിലാണ് ചുമർചിത്ര കലാകാരനും ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പളുമായ എം നളിൻ ബാബു. കേരളം, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, ഒഡീഷ, ജയ്പൂർ എന്നിവിടങ്ങളിൽ നിന്നായുള്ള പരമ്പരാഗത ക്ഷേത്ര കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലെ മ്യൂസിയത്തിൽ വെച്ച് നടത്തിയ രചനാ ക്യാമ്പിലാണ് രാഷ്ട്രപതിയുടെ ആദരവ് ലഭിച്ചത്. പഞ്ചതന്ത്രം കഥയിലെ മീനിന്റെയും തവളയുടെയും കഥയാണ് ചുമർചിത്ര ശൈലിയിൽ നളിൻ ബാബു ക്യാൻവാസിൽ അക്രിലിക് വർണ്ണങ്ങളിൽ വരച്ചത്. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മരങ്ങൾ, പക്ഷികൾ, മാൻ, മയിലുകൾ, കുരങ്ങന്മാർ എന്നിവയെല്ലാം വരച്ചു ചേർത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പ്രദർശിപ്പിച്ച് അവ രാഷ്ട്രപതി നേരിട്ട് വന്ന് കാണുകയും പ്രശംസകൾ നേരിട്ടറിയിച്ച് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുകയുമായിരുന്നു. തനിക്ക് കിട്ടിയ ആദരവ് കേരളീയ ചുമർചിത്രകലയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നതെന്ന് എം നളിൻ ബാബു പറഞ്ഞു. രാഷ്ട്രപതി ഭവന്റെ പ്രത്യേക ക്ഷണപ്രകാരം അവർ കേരളത്തിലെ ചുമർചിത്ര കലാകാരന്മാരെ കുറിച്ച് അന്വേഷിക്കുകയും അതിനുശേഷം അവിടെ വരയ്ക്കുന്നൊരു ചിത്രകലാരചന ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു പഞ്ചതന്ത്രം കഥകളിലെ സ്റ്റോറി മുഴുവനായും ഓരോ കലാകാരന്മാർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രഡീഷണൽ ആർട്ടിസ്റ്റുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. രാജസ്ഥാൻ, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ഒഡീഷ തുടങ്ങിയ ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള 8ഓളം കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അതിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ പഞ്ചതന്ത്രം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രശസ്തമായ കഥ, കുട്ടികളൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിട്ടുള്ള ഒരു കഥയാണ് പഞ്ചതന്ത്രം കഥ. അതിലെ ഒരു കഥ, അതുപോലെ തന്നെ മീനും തവളയും തമ്മിലുള്ള ഒരു കഥ ചിത്രീകരിക്കാൻ എനിക്കൊരു അവസരം കിട്ടുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് രാഷ്ട്രപതിയുടെ നേരിട്ടുള്ള ഒരു ക്ഷണവും ആ ചിത്രം അവർ കാണുന്നു, നമ്മളെ നേരിട്ട് വന്ന് പൊന്നാടിയും അതുപോലെ തന്നെ ഉപഹാരം നൽകി ആദരിക്കണം. ഇതിന് വളരെയധികം സന്തോഷം തോന്നി. കേരളത്തിലെ ഒരു ചുമർചിത്ര കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ ഒരു അവസരം. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് നമുക്കൊരു ബഹുമതി കിട്ടുക, ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം അഭിനന്ദനാർഹമാണ്. അതിനൊരു ഭാഗ്യം സിദ്ധിച്ചു. എന്തായാലും ഈ കേരളത്തിലെ ചുമർചിത്ര കലാകാരന്മാരായതുകൊണ്ടും അതുപോലെ ഈ ട്രഡീഷണൽ കലാകാരനായതുകൊണ്ടാണ് ഈ ഒരു അവസരം എനിക്ക് ലഭ്യമായത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ രാജ്യങ്ങളിലെ ആൾക്കാരോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത്. ഇത് വലിയൊരു നേട്ടമായി കണക്കൂട്ടുന്നു. മിനിയേച്ചർ ആർട്ടിസ്റ്റ് പത്മശ്രീ തിലക് ഗീതെ, രാജസ്ഥാൻ ആർട്ടിസ്റ്റ് വിജയ് ജോഷി, പടച്ചിത്ര ആർട്ടിസ്റ്റുകളായ പൂർണ്ണ, രൂപ, തഞ്ചാവൂർ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് മഹേഷ്, മൈസൂർ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് രവീഷ്, ചുമർചിത്രകാരൻ ബസന്ത് പെരിങ്ങോട് എന്നീ 8 കലാകാരന്മാരാണ് ഈ രചനയിൽ പങ്കാളികളായത്. കേരളത്തിൽ നിന്ന് 2 ചുമർചിത്ര കലാകാരന്മാർക്ക് മാത്രമാണ് ഇതിന് അവസരമുണ്ടായത്. പെരുവല്ലൂരിലെ കവി KB മേനോന്റെ മകനായ നളിൻ ബാബുവിനെ 2024 സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്രകലാ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്.